വെൽക്കം ടു ജീവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈൻഡ് കെയർ. നിങ്ങൾക്ക് ഒരേ സമയം 1000 ചിന്തകൾ തലയിൽ കറങ്ങുന്നതായി തോന്നാറുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തി വേറെ പല കാര്യങ്ങളിലേക്കും മാറി മാറി പോകുന്ന മനസ്സായി സ്വയം അനുഭവപ്പെടാറുണ്ടോ? നിശ്ചയിച്ചതെല്ലാം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും മനസ്സൊരിക്കലും മൗനമാകാത്ത അവസ്ഥ. ഇതൊരു പക്ഷേ ADHD ആകാം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD എന്നത് ഒരു മാനസികാവസ്ഥയായി കുട്ടികളിൽ കാണപ്പെടുന്നു എന്ന രീതിയിൽ നമുക്കറിയാം. പക്ഷേ പലരിലും അത് പ്രായം കൂടുമ്പോഴും തുടരുന്നു. ഇത് ഒറ്റത്തവണ തോന്നുന്ന അലസതയല്ല, ഒരു അതിസൂക്ഷ്മമായ ബ്രെയിൻ ഡിഫറൻസ് ആണ്. ചിന്തകളെ ക്രമീകരിക്കുവാനും ശ്രദ്ധ പിടിച്ചു നിർത്തുവാനും പ്രവർത്തനം നടത്തുവാനുമുള്ള ബുദ്ധിമുട്ട്. അഡൽട്ട് ADHDയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം ADHD എന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാം. ADHD എന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിന്റെ ചുരുക്കപ്പേരാണ്. ഇത് കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. പലർക്കും തോന്നാം ADHD ഉള്ളവർ അസ്വസ്ഥരായ ആളുകളാണ്. എന്നാൽ ഇങ്ങനെയാകുന്നില്ല. ADHD ഉള്ള ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഒരേ കാര്യത്തിൽ ഇടവേള കൂടാതെ നിൽക്കുവാനും തിടുക്കം നിയന്ത്രിക്കുവാനുമാണ് ബുദ്ധിമുട്ട്. ADHD ഉള്ളവരിൽ പലരിലും കുട്ടിക്കാലത്തിലെ ലക്ഷണങ്ങൾ തന്നെയാണ് പിന്തുടരുന്നത്. അഡൽട്ട് ADHDയുടെ ലക്ഷണങ്ങളും ഉദാഹരണങ്ങളും നോക്കാം. ഇനറ്റൻഷൻ, ഒരു ജോലി ചെയ്യുമ്പോൾ അപ്രസക്തമായ കാര്യങ്ങളിലേക്ക് അനാവശ്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, ശ്രദ്ധ മാറിക്കൊണ്ടിരിക്കുക, സമയം നിയന്ത്രിക്കുവാൻ കഴിയാതിരിക്കുക. ഇതുമൂലം അവസരങ്ങൾ നഷ്ടപ്പെടുന്നതും വൈകിയെത്തുന്നതുമെല്ലാം സ്ഥിരമായി തുടരുക. സമയം നിയന്ത്രിക്കുവാനുള്ള ബുദ്ധിമുട്ട്, മുടങ്ങാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, മനസ്സ് നിലയ്ക്കാതെ ഓടുന്നു എന്ന അനുഭവം തോന്നിക്കൊണ്ടിരിക്കുക, ആലോചനയില്ലാതെ തീരുമാനങ്ങൾ എടുക്കുവാനും എടുത്തുചാടുവാനും സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കാരണമായ തിടുക്കം കാണിച്ചുകൊണ്ടിരിക്കുക, ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അമിതമായ പ്രതികരണം ഉണ്ടാവുക. ഇതെല്ലാം അഡൽട്ട് ADHDയുടെ ലക്ഷണങ്ങളാണ്. ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡോപ്പമിൻ പ്രവർത്തന വ്യത്യാസങ്ങളും ജനിതക സാധ്യതകളും അധികമായ ഭാവനകളും മൾട്ടി ടാസ്കിങ്ങും ഇമ്പൾസിവിറ്റിയും ADHDയിലേക്ക് നയിക്കുന്നു. അഡൽട്ട് ADHD ഉള്ളതുകൊണ്ടല്ല നിങ്ങൾക്ക് പ്രശ്നം, അതിനെ മനസ്സിലാക്കാതിരിക്കുന്നതാണ് വലിയ പ്രശ്നം. നിങ്ങൾക്കും കാര്യങ്ങൾ നിയന്ത്രിക്കാവുന്നതാണ്.